പാലക്കാട് വടക്കഞ്ചേരിയിൽ ദേശീയപാതയിലെ കുഴി അപകടകരമായ അവസ്ഥയിലാണ്. നിങ്ങൾ അറിഞ്ഞോ? പാലത്തിലെ കമ്പിയുടെ ഒരു ഭാഗം പുറത്തു വന്ന നിലയിലാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് വലിയ അപകടമാണ് കുഴി ഉണ്ടാക്കുന്നത്. ഗോകുൽ VS വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, വളരെ അപകടാവസ്ഥയിൽ ആ കുഴി തുടരുന്നു. അധികൃതർ എന്തെങ്കിലും നടപടികൾ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ്? ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. ഇതുവരെയും ഒരു നടപടിയില്ല, ഒരു തരത്തിലുള്ള സൂചനയോ ഒന്നുമില്ല. അതായത് നമുക്ക് കാണാൻ കഴിയും ഈ വടക്കഞ്ചേരി ഈ ബ്രിഡ്ജ് ഇത് നിർമ്മിക്കുന്നത് ഓരോ ബ്ലോക്കുകളായിട്ടാണ്. ഈ ബ്ലോക്കുകളായിട്ട് തിരിക്കുമ്പോൾ ഈ രണ്ട് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു സ്ഥലം. ഈ ഒരു കോൺക്രീറ്റ് ഇട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ പൊളിഞ്ഞ് കമ്പി പുറത്തു വരുന്നത്. ഇത് കമ്പി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കമ്പി ഉപയോഗിച്ച് വാർത്തതിന് ശേഷം അങ്ങനെയാണ് ഇത് പരസ്പരം ബന്ധിക്കുന്നത്. നമുക്ക് ഈ നിർമ്മാണ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് പലപ്പോഴും ബന്ധിപ്പിക്കുന്നതൊക്കെ കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ഈ സ്ഥലത്താണ് ഇങ്ങനെ ഒരു കമ്പി പുറത്തു വരുന്ന സ്ഥിതിയുള്ളത്. ഇത് പലപ്പോഴും ഈ വഴി വരുന്നവർക്ക് വളരെ ഭീതിയാണ്. ഇത്തരത്തിൽ ടൂ വീലർ വരികയാണെങ്കിൽ അതിൽ തട്ടാനുള്ള സാധ്യതയുണ്ട്, തട്ടി അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട്. മറ്റു വാഹനങ്ങളാണെങ്കിൽ ടയറൊക്കെ കീറി പൊളിയുന്നതിന് വരെ സാധ്യതയുണ്ട്. അത്രമാത്രം അപകടകരമായ രീതിയിലാണ് ഈ ദേശീയപാതയിൽ ഈ ഒരു കുഴി നിലനിൽക്കുന്നത്. സ്വാഭാവികമായും ദേശീയപാതയാകുമ്പോൾ വളരെ വേഗത്തിലായിരിക്കും വാഹനങ്ങൾ വരിക. ഇത് പെട്ടെന്ന് കണ്ടുകൊള്ളണമെന്നുമില്ല. അങ്ങനെയുള്ള ഒരു അപകടമായ സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഒരു പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ എപ്പോഴാണ് പെടുന്നത്? ഇതിപ്പോൾ ദേശീയപാതയിൽ ആദ്യത്തെ സംഭവമല്ല. ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യജീവനും യാതൊരു വിലയില്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ രണ്ട് മേൽപ്പാലങ്ങൾ പണി തുടങ്ങി വണ്ടികൾ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം. ഓരോ വാഹനം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പനം, നമ്മളിപ്പോൾ രണ്ടുപേരും നിൽക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ പ്രകമ്പനം തന്നെ അറിയാം. നിർമ്മാണത്തിലെ ഏറ്റവും വലിയ അശാസ്ത്രീയമായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ കുഴികൾ. ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇതിനു മുൻപ് പലപ്പോഴും പാലം അടച്ചൊക്കെ നിർമ്മാണം നടത്തിയിട്ടുണ്ടല്ലോ, എന്നിട്ടും ഒരു പരിഹാരമാവുന്നില്ല. ഒരു കാരണവശാലും ആവുന്നില്ല. കാരണം ഇപ്പോൾ ഈ പണി കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് ശേഷം 80ാമത്തെ തവണയാണ് ഈ ദേശീയപാതയുടെ ഈ ജോയിന്റുകൾ ഇതേപോലെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ പാലത്തിലാണോ അതോ രണ്ട് പാലങ്ങളിലും ഇരു പാലങ്ങളിലുമായി 80 തവണയാണ് ദേശീയപാത പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്ത ശേഷം കുത്തിപ്പൊളിക്കാൻ തുടങ്ങിയത്. ഓരോ തവണയും ഇതേപോലെ ഈ ജോയിന്റുകളുടെ ഭാഗങ്ങളാണ് തള്ളി വരുന്നത്. ഈ പാലത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങുന്ന, ഏറ്റവും സുരക്ഷിതമായി ദേശീയപാത മുൻനിർത്തി കാണിക്കുന്നത് ഈ പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. അതുപോലെ തന്നെ സർവീസ് റോഡാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമാണ്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതായത് ദേശീയപാതയിൽ വളരെ വേഗത്തിൽ വാഹനങ്ങൾ വരും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ ഒരു ലോറി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് ഉള്ള കുറച്ചും കൂടി അടുത്ത ദൃശ്യങ്ങൾ കാണിക്കാം. അതായത് ഈ ഭാഗം വളരെ സുരക്ഷിതമായി നിൽക്കേണ്ട ഭാഗമാണ്. കാരണം രണ്ട് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഉള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയാണ്. യാതൊരു തരത്തിലുള്ള ഒരു സുരക്ഷ ഇത് വരുന്നതിന് ശേഷം ഈ വാഹനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പോ ഒന്നും തന്നെ പരിഹരിക്കാനൊക്കെ ഒരു ശ്രമം നടന്നതുപോലെ ഉണ്ട് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ. അത് അതായത് ഇത് സ്ഥിരം ഉണ്ടാകാറുള്ള ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ കമ്പി പുറത്തേക്ക് വരും, പിന്നെ കുറച്ച് ടാറ് ഒഴിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രാദേശിക ലേഖകനായ ഹരി കൂടി ഇവിടെയുണ്ട്. ഹരി തന്നെ ഈ വാർത്ത പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കമ്പി പുറത്തു വരുന്നത് ഇത് ആദ്യ സംഭവമല്ലല്ലോ. അല്ലല്ലേ, ഇത് ഈ ജോയിന്റുകൾ മിക്കവാറും പൊളിക്കും അടയ്ക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു 2-4 ദിവസത്തിനുള്ളിൽ ഇത് തകർച്ച തുടങ്ങും. അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും തുടങ്ങും. ഇത് ഒരുപാട് തവണയായി. പക്ഷേ ചില സമയങ്ങളിൽ ഈ കമ്പി പുറത്തു വരും. കമ്പി പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചില ബൈക്കുകളാണ് അതിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ബൈക്ക് ഹരിയേട്ടൻ ഈ വാർത്ത നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ NHAI അധികൃതരുടെ അതോടൊപ്പം തന്നെ കരാർ കമ്പനിയുടെയൊക്കെ വിശദീകരണം തേടിയിരുന്നു. അവർ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതല്ലേ? അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഈ സബ് കൊടുക്കും. അവർ ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് സബ് കൊടുക്കും. അപ്പോൾ അവർ വന്ന് നേരാക്കി കഴിഞ്ഞ ശേഷം അവർ ഇട്ടിട്ട് പോകും. അപ്പോൾ ഇന്നലെ പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല, കഴിഞ്ഞ ദിവസം നേരാക്കിയതാണല്ലോ എന്നാണ് അവിടെ നിന്ന് അധികൃതർ വിവരം തന്നത്. അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് നേരാക്കാനുള്ള സംവിധാനം ചെയ്യുക അതൊരു വലിയ ദോഷമാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലെ ഈ വാർത്ത നമുക്ക് പങ്കുവയ്ക്കുന്ന ഹരിയേട്ടനാണ്. അപ്പോൾ ഹരിയേട്ടൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഹരിയേട്ട ഈ കരാർ കമ്പനിയുടെ കൂടി പ്രതികരണം വേണം, അവരെന്താണ് പറയുന്നതെന്ന്. അപ്പോഴാണ് നമ്മൾ പറയുമ്പോഴാണ് അവർ കരാർ കമ്പനിയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അവരത് പെട്ടെന്ന് പരിഹരിക്കാൻ എന്താണ് കാര്യങ്ങളെന്ന് നോക്കാമെന്നാണ് ഇന്നലെ ഫോണിലൂടെ പ്രതികരിച്ചത്. പക്ഷേ ഇത്ര സമയമായിട്ടും യാതൊരു തരത്തിലുള്ള ഒരു സൂചനാ ബോർഡ് പോലും വച്ചിട്ടില്ല. ഇത് പ്രധാനമായും അപകടം വരുന്നത് ഈ ഇരുചക്ര വാഹനങ്ങൾക്കാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരുപക്ഷെ തട്ടിയാൽ അപകടം ഉണ്ടാവും.
അതോടൊപ്പം തന്നെ കാറുകളാണെങ്കിൽ കാറുകൾക്ക് പോകുമ്പോൾ ടയർ കുത്തിക്കീറുന്ന രീതിയിലേക്ക്, കമ്പിയിൽ തട്ടി കുത്തിക്കീറുന്ന രീതിയിലേക്കും പ്രശ്നങ്ങൾ കൂടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് സാധാരണ ഒരു വഴിയാണെങ്കിൽ ഇത്ര അപകടമില്ല, കാരണം വാഹനങ്ങൾ പതുക്കെ വരികയുള്ളൂ. പക്ഷേ ഇവിടെ 90-100 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ദേശീയപാതയിൽ വാഹനങ്ങൾ വരിക. ഇവിടുത്തെ ഉയർന്ന സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ ഇത്രയധികം സ്പീഡ് വരുമ്പോൾ, ഇത് 6 വരിപ്പാത കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ ഇത്രയധികം സ്പീഡിൽ ഈ വാഹനങ്ങൾ വരുമ്പോൾ അത് ഇതിൽ തട്ടുകയും അപകടങ്ങൾ പറ്റാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. സാധാരണ ഒരു റോട്ടിലെ കുഴി പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ദേശീയപാതയിലെ കുഴിയെ കാണാൻ കഴിയില്ല. അതിന്റെ പ്രധാന കാരണം ഇവിടെ വരുന്ന വാഹനങ്ങളുടെ വേഗം നടുവിലാണ്. അതൊന്നും മാറ്റി ഇടത്തേക്കോ വലത്തേക്കോ പോകാമെന്ന് കരുതിയാൽ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഗൂഗിൾ പറഞ്ഞതുപോലെ അതിവേഗത്തിൽ ദേശീയപാതയിലൂടെ കടന്നു വരുന്നതാണ് വാഹനങ്ങൾ. അതിനിടയിൽ അതങ്ങനെ മാറ്റി ഒഴിച്ചു പോവുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നിരന്തരമായി മാതൃഭൂമി ന്യൂസ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെയും ഒക്കെ പറഞ്ഞതാണ്. ഇന്നിതാ വീണ്ടും നമ്മൾ ആ സ്ഥലത്തെത്തി ആ ദൃശ്യം പങ്കുവയ്ക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ കരുതാം.